എല്ലാവർക്കും അറിയാമല്ലേ ദിലീപ് കറക്റ്റായിട്ട് ഷൂട്ടിങ്ങിന് വരില്ല, ലേറ്റായിട്ടേ വരുള്ളൂ എന്നുള്ളത്. അങ്ങനെ ദൈവദോഷം പറയരുത് കേട്ടോ. കാരണം ഞാൻ കറക്റ്റായിട്ട് ഷൂട്ടിങ്ങിന് ചെല്ലുന്ന ആളാണ്. ഞാൻ കേട്ടു എന്നെ കുറിച്ച് ഇവിടെ പറയണേ. മിമിക്രിക്കാരുടെ പരിപാടി ആയതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ ഓർമ്മ ഉള്ളതുകൊണ്ടാണ്. ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ ഓടിച്ചിട്ട് ഇടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സമയത്ത് നമ്മൾ തെറ്റിക്കാണ്ട് എത്തിയതാണ്. ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ സിനിമയിൽ നയൻതാര എന്ന പേര് ഉള്ള നമ്മളുടെ പ്രിയപ്പെട്ട നായിക. അപ്പോൾ ഇക്ക അടുത്ത് ചോദിച്ചു, എനിക്ക് നയൻ വരുന്നത് ശരിക്കും 9 മണിക്കാണ്. അപ്പോൾ ഇക്ക ഒരു ദിവസം ചോദിക്കുകയാണ്, ഈ ശരിക്കും നയൻതാര എന്ന് പേരിട്ടത് 9 മണിക്ക് വരുന്നോണ്ടാണോ നയൻതാര? അപ്പോൾ നയൻ ചിരിച്ചുപോയി. അതിൻ്റെ പിറ്റേ ദിവസം ഒക്കെ ചോദിച്ചു, നാളെ ഒന്ന് 7 താരയാവോ? കാരണം 7 മണിക്ക് വരാൻ പറ്റുമോ? എന്നിട്ട് ഇവരെ കൂടി എന്നെ കളിയാക്കും. ഞാൻ വിചാരിച്ച ഞങ്ങൾ ഒരുമിച്ച് മിക്ക കോമ്പിനേഷനും. അപ്പം നയൻ എന്തായാലും 9 മണിക്കേ വരുള്ളൂ. ഞാൻ 6:30 മണിക്ക് വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. 6 മണിക്ക് വന്നിരുന്ന് കഴിഞ്ഞാൽ ഈ 6 തിരിച്ച് 9 ആക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നയം വരുന്നതനുസരിച്ചിട്ട് ഞാനും വരുള്ളൂ. പക്ഷേ നയനനുസരിച്ചിട്ടുണ്ടെങ്കിൽ 8:50 കറക്റ്റായിട്ട് വന്നിരിക്കും, വിത്ത് മേക്കപ്പിൽ വന്നിരിക്കും. ഞാൻ വന്നു കഴിഞ്ഞ ശേഷമാണ് മേക്കപ്പ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടൈം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേക്കും സൽമാൻ ഖാൻ വന്നു. ഇത് എന്നെ കളിയാക്കുക. അങ്ങനെ കളിയാക്കി അത് അറം പറ്റി ഇക്ക സൽമാൻ ഖാനെ വെച്ച് പടവും ചെയ്തു. സൽമാൻ ഖാനെ 12 മണിക്ക് കിട്ടിയതല്ലേ, ദൈവം പണി കൊടുത്തു. പക്ഷേ സൽമാൻ 12 മണിക്ക് വന്നാൽ സെറ്റിൽ നിന്ന് ഇറങ്ങും പോവില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല. എനിക്ക് എന്നെ ഉദ്ദേശമല്ല ഒക്കെ പറഞ്ഞത്. കാരണം ഞാൻ ഉപയോഗിക്കാറില്ല മൊബൈൽ ഫോൺ. കാരണം ഞങ്ങൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ തീരുമാനമാണ് മൊബൈൽ ഫോൺ ഷൂട്ടിൻ്റെ ഇടയിൽ ഉപയോഗിക്കാതിരിക്കുക. അപ്പം അതുകൊണ്ടെന്താ നമ്മളെ വിളിച്ച ആർക്കും കിട്ടില്ല. അപ്പം അവർ തന്നെ പറഞ്ഞു ഉപയോഗിച്ചോളാം. അപ്പം അന്ന് ഉപയോഗിക്കാതിരുന്നതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സൽമാൻ ഖാൻ ആയിരുന്നോ ദിലീപേട്ടനായിരുന്നോ? ചോദിക്കാതെ എനിക്കറിയട്ടെ, ആരായിരുന്നു സിദ്ദിഖയ്ക്ക് കൂടുതൽ കംഫർട്ട് ആരായിരുന്നു? അതിപ്പോൾ ദിലീപിനെ അടുത്ത് നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നതല്ല, വിജയായിരുന്നു കംഫർട്ടബിൾ. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും എടുത്ത് സംശയം ചോദിക്കാൻ ചെല്ലും. എനിക്ക് തമിഴിൽ കുറച്ച് വീക്കാം. അപ്പൊ അത് കാരണം ഇവര് തമ്മിൽ അധികം സംസാരം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അത് കംഫർട്ടായിരുന്നു. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഷോ നടത്തുന്നത്? എനിക്കറിയാം, മണിക്ക് വേണ്ടിയിട്ടല്ലേ. എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിരുന്നു, മണിയുടെ ഒരു പരിപാടിയാണ്, ആവശ്യത അനുഭവിക്കുന്ന ഒരു നിനക്ക് വേണ്ടിയിട്ടല്ലേ? എനിക്ക് വേണ്ടിയിട്ടല്ല, ആ മണിയല്ല, പിന്നെ പൈസയാണ്, കലാമണിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണ്. എന്താ മണിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ധനശരാർത്ഥം അതാണ് പ്രശ്നം. ഞാൻ വിചാരിച്ചു, കാരണം ചാലക്കുടിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടി, ഒരു പള്ളി പെരുന്നാൾ, അമ്പല പരിപാടി, വെടിക്കെട്ട് എല്ലാം മണിയാണ് ചെയ്യുക. മണിക്ക് അങ്ങനെ ഒരു ധനശരാർത്ഥത്തിന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. നമ്മുടെ കച്ചവടമൊക്കെ പൊട്ടിപ്പോയില്ലേ? അതെ, പടക്കായിരുന്നേ, അതൊക്കെ പൊട്ടിപ്പോയി. അല്ല, ദിലീപേട്ടൻ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ. അതെ, അല്ല സംശയമല്ല. പ്രസിഡന്റ് ഇപ്പൊ കുറച്ചുകൂടെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് ഒരു പ്രദേശം മുഴുവൻ ഭരിക്കാനായിട്ട് അത് MP ആയി. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. MP ആയി. അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് ഇപ്പൊ ജോലി കൂടിയിട്ടുണ്ടോ? ഇല്ല. MP ആയ അദ്ദേഹം ഒരിക്കലും AP വിടില്ലെന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രസിഡന്റ്. കാരണം ഇപ്പൊ ഒന്നുകൂടി പദവി കൂടിയിരിക്കുകയാണ്. കാരണം ഇന്നസെൻ്റ് ഏട്ടനെ പോലൊരാൾക്കാണ് അവിടെയുള്ള ആൾക്കാരെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരം അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. സ്ഥിരം പ്രസിഡന്റാണ് ഞങ്ങൾ. അല്ല, അമ്മയുടെ പ്രസിഡന്റ് MP ആയി. ഇനി മായുടെ പ്രസിഡന്റ് ചാലക്കുടിയിലെ ആ പ്രദേശങ്ങളെങ്ങനെ നിന്നാൽ വോട്ട് ചെയ്യുമോ? എന്താ അതിന്റെ അവസ്ഥ? എങ്ങനെയാ? പ്രസിഡന്റുമാരെല്ലാം MP ആയിക്കൊണ്ടിരിക്കുക. മണിച്ചേട്ടൻ പറ, ആര് വോട്ട് ചെയ്യുമെന്ന്? അല്ല, മണിച്ചേട്ടന് നിൽക്കാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയൊക്കെ ഈ ഇടയ്ക്കും കൂടെ കേട്ടു അവിടെ നിൽക്കുന്നു. MLA സ്ഥാനാർത്ഥിയാവാൻ ചാൻസ് ഉണ്ടോ? ഞാനോ? അതെ, MP അവിടേക്ക് പാർലമെന്റിലേക്ക് MLA ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനും തയ്യാറാണ്. ഈ മാഡ പ്രസിഡന്റായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ഒരു MLA ആയിട്ടോ MP ആയിട്ടോ ഞാൻ മത്സരിക്കില്ല. പക്ഷെ അങ്ങനെ പറയരുത് കേട്ടോ. സാഹചര്യം കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചു പോവും. അവസാനം ഈ മഴവിൽ മനോരമയിൽ ഇത് എടുത്തു വെച്ചിട്ട് വേറെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നാടിന്റെ അപ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിൽ ഇതിടും. ഞാൻ ഒരിക്കലും MP ആവില്ല. അങ്ങനെയൊന്നുമില്ല, ഒരിക്കലില്ല. ഉള്ളത് മാത്രമേ പറയൂ. നോട്ട് ചെയ്ത് വെക്കും. വെച്ചോട്ടോ, ഒരു നോട്ട് ചെയ്ത് വെച്ചോട്ടോ, കുഴപ്പമില്ല. സത്യമാണ്, ഒരിക്കലും മത്സരിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അന്ന് ഞാനുണ്ടാവില്ല. ദൈവമേ.